ഇല്ലുമിനാട്ടി പാട്ടിന് എന്താണ് കുഴപ്പം? ആവേശം, പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ് ഈ സിനിമകൾ കണ്ടാൽ കുട്ടികൾ വഴിതെറ്റിപ്പോകും. ഇപ്പോൾ ഇല്ലുമിനാട്ടി എന്ന പാട്ട് വളരെ പോപ്പുലറായ ഒരു സാഹചര്യത്തിലാണ് ബിഷപ്പിൻ്റെ ഈ ഒരു പരാമർശവും നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. വാസ്തവത്തിൽ ഇങ്ങനെയൊരു സംഘടനയുണ്ട്. ഇല്ലുമിനാട്ടി എന്ന പേരിൽ ഒരു സംഘടനയുണ്ട്. അത് 1766 ഇന്നത്തെ ആധുനിക ജർമ്മനിയിൽ ഉൾപ്പെട്ട ബവേറിയയിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ്. വളരെ രഹസ്യാത്മകമായി പ്രവർത്തിക്കുന്ന അങ്ങേയറ്റം നിഗൂഢതയുള്ള ഒരു സംഘടനയായിട്ടാണ് ഇല്ലുമിനാട്ടി എന്ന സംഘടന അറിയപ്പെടുന്നതും ആ സംഘടനയുടെ പ്രവർത്തനവും. ഇപ്പോൾ സാമൂഹികമായി വലിയ അധികാരവും സമ്പത്തും സമൂഹത്തിൽ സ്വാധീനശേഷിയും ഒക്കെയുള്ള ആളുകളാണ് ഈ സംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കുന്നത്, ഈ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഔദ്യോഗികമായ അംഗീകാരമോ ഒന്നുമില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വളരെ രഹസ്യ സ്വഭാവം പുലർത്തുന്ന ഒരു സംഘടനയാണ്. പക്ഷേ 5 പേർ അടങ്ങുന്ന ഒരു സംഘടനയായിട്ടാണ് ഇത് തുടങ്ങിയതെങ്കിലും പിന്നീട് ലോകമാകെ വ്യാപിച്ചു. പിന്നീട് ഇപ്പോൾ അന്ന് ഈ സഭകൾ, രാജവാഴ്ച ഒക്കെ ഉണ്ടായിരുന്നൊരു കാലമാണല്ലോ. അവരെ ചോദ്യം ചെയ്തുകൊണ്ട്, സഭകളെ ചോദ്യം ചെയ്തുകൊണ്ട്, രാജവാഴ്ചയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒക്കെയാണ് ഇവരുടെ പ്രവർത്തനം എന്നാണ് പറയുന്നത്. മാത്രമല്ല, ലോകത്തെ നിയന്ത്രിക്കുന്നത് തങ്ങളാണ് എന്നാണ് ഈ സംഘടനയുടെ അവകാശവാദം. ഈ പല പ്രശസ്തരായ കുടുംബങ്ങളും ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവരാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് 13 പ്രബലരായ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് ഈ ഞാൻ പറഞ്ഞാൽ അമലിന് മനസ്സിലാവും, കോളിൻസ് കുടുംബം. ഇപ്പോൾ മൈക്കൽ കോളിൻസിനെ അറിയാമല്ലോ. ഇപ്പോൾ നീൽ ആംസ്ട്രോങ്ങിനൊപ്പം ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയ ആളാണ്. അപ്പോൾ ഈ മൈക്കൽ കോളിൻസ് ഈ കോളിൻസ് കുടുംബത്തിൽപ്പെട്ട അങ്ങനെ കോളിൻസ് കുടുംബം അടക്കം അന്നത്തെ കാലത്തെ പ്രബലരായ പല കുടുംബങ്ങളും ഈ ഇല്ലുമിനാട്ടി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ പദവിയും അധികാരവും ഒക്കെയുള്ളവരാണ്. ഇപ്പോൾ മുൻ കാനഡയിലെ മുൻ പ്രതിരോധ മന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് പോൾ ഹെല്ലിയർ എന്നാണ്. പോൾ ഹെല്ലിയറിനെ പോലുള്ള ആളുകൾ സജീവമായി ഈ ഗ്രൂപ്പിനെ പിന്തുണച്ചിരുന്നു. പോൾ ഹെല്ലിയറൊക്കെ പറയുന്നത് ഇവർ ലോകത്തെ നിയന്ത്രിക്കാൻ പോലും ശേഷിയുള്ളവരാണ്, ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പോലും മറികടക്കാൻ ശേഷിയുള്ളവരാണ് ഈ ഇല്ലുമിനാട്ടി ഗ്രൂപ്പിൽപ്പെട്ടവർ എന്നൊക്കെയാണ്. ഈ ഡാൻ ബ്രൗണിൻ്റെ പല നോവലുകളിലും, പ്രത്യേകിച്ച് ഡാവിഞ്ചി കോഡിലൊക്കെ ഈ ഗ്രൂപ്പിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. മലയാളത്തിൽ അമല ഓർക്കുന്നുണ്ടാവും, ലൂസിഫർ, ലാലേട്ടൻ്റെ ലൂസിഫർ എന്നുള്ള സിനിമ റിലീസ് ചെയ്ത സമയത്ത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്നാണല്ലോ ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ചില അപ്പിയറൻസുകൾ, ഒരു സീനിലോ മറ്റോ ലാലേട്ടൻ്റെ പിറകിൽ ഒരു മൂങ്ങയുടെ പശ്ചാത്തലത്തിൽ മൂങ്ങയുടെ ഒരു ചിത്രമുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി ഈ ഇല്ലുമിനാട്ടി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയാണ്, ഇല്ലുമിനാട്ടി ഗ്രൂപ്പിൻ്റെ ഒരു പ്രചോദനം അല്ലെങ്കിൽ പ്രേരണ ഈ സിനിമയ്ക്കുണ്ട് എന്ന രീതിയിലൊക്കെ അന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചകളുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനെ ആവേശം എന്ന സിനിമയിലെ ഇല്ലുമിനാട്ടി എന്ന സോങ്ങുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് ബിഷപ്പ് സംസാരിച്ചത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ സോങ് കാണുന്നവർ അല്ലെങ്കിൽ കേൾക്കുന്നവർ മുഴുവൻ ഇല്ലുമിനാട്ടി ഗ്രൂപ്പിലേക്ക് ആകർഷിക്കപ്പെടും എന്നൊന്നും ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിച്ചു പോകേണ്ട, തല ഉണ്ടാക്കേണ്ട, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. ഈ സിനിമയിൽ അമലിനറിയാമല്ലോ, ഈ ആവേശം കണ്ടിട്ടുള്ളതാണല്ലോ, അല്ലെങ്കിൽ ഈ ഗാനരംഗം കണ്ടിട്ടുള്ളതാണല്ലോ. അതിൽ വളരെ ഒരു ഹാസ്യാത്മകമായിട്ടാണ് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതിനപ്പുറം മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഈ ആവേശത്തിൻ്റെ സംവിധായകനും ഈ ഗാനത്തിൻ്റെ സംഗീത സംവിധായകൻ സുഷിൻ ശ്യാമും ഈ വരികൾ എഴുതിയ വിനായക് ശശികുമാറൊക്കെ വിശദീകരിക്കേണ്ട ഒന്നാണ് എന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാൻ. മറ്റുള്ള വരികളൊന്നും കേട്ടാത്ര വലിയ പ്രശ്നമൊന്നും തോന്നത്തില്ല. ഇങ്ങനെ എടുത്ത് പിടിച്ച് ഇത്തരത്തിൽ വിമർശിക്കേണ്ടതായിട്ടുള്ള ഒന്നുമുണ്ടെന്ന് തോന്നത്തില്ല. പക്ഷേ എപ്പോഴും ഈ പാരമ്പര്യവാദികളായിട്ടുള്ള ആളുകളുടെ ഒരു പതിവ് സ്വഭാവമാണ്. ഇപ്പം ബിഷപ്പിന്റെ ഭാഗത്തു നിന്ന് തന്നെയല്ല, ഏത് മേഖലയിൽ നിന്നാണെങ്കിലും ഈ പാരമ്പര്യവാദത്തെ മുറുകെ പിടിക്കാവുന്ന ആളുകൾ എല്ലാ കാലത്തും ഇതേ തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ ഈ രീതിയിൽ വളച്ചൊടിക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് കാഴ്ചയായിട്ട് നമ്മുടെ സമൂഹത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ആ രീതിയിലുള്ള ഒരു അസഹിഷ്ണുത എല്ലാ കാലത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പാട്ടിനോട്, കലയോട്, സാഹിത്യത്തോട്, ഏത് മേഖലയിലാണെങ്കിലും ഇത് ഒന്നായിട്ടുണ്ട്. അപ്പോൾ ബിഷപ്പ് ഇതിൽ പറയുന്ന, ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യം, ഇത്തരം സിനിമകൾ നമ്മളിപ്പോൾ പറഞ്ഞു, ആവേശം, അതുപോലെ തന്നെ മഞ്ഞുമ്മൽ ബോയ്സ്, ഇതെല്ലാം നമ്മുടെ പാരമ്പര്യമായി നമ്മൾ പിന്തുടരുന്ന മൂല്യങ്ങളെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് ആവർത്തിച്ചത് 2-3 തവണ ഈ കുട്ടികളോട് പറയുന്നുണ്ട്. മൂല്യങ്ങളെ ഇല്ലാതാക്കുന്ന, അതിനെയൊക്കെ നിരാകരിക്കുന്ന
ഒരു സിനിമ എന്നാണ് പ്രശ്നം. അപ്പോൾ അതിലൊരു പ്രശ്നം, അങ്ങനെ ഈ മൂല്യച്യുതി ഈ സിനിമകളിലൂടെ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ കുറച്ചുനാൾ, അല്ലെങ്കിൽ മലയാളത്തിലല്ല ഇന്ത്യയിൽ കുറച്ചുനാൾ മുമ്പ് ഇറങ്ങിയ കേരള സ്റ്റോറി എന്നൊരു സിനിമ, ആ സിനിമയെ വിമർശിക്കാൻ അന്ന് ഈ ബിഷപ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. ആ സിനിമ ഏത് തരത്തിലാണ് നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയെന്ന് നമ്മൾ കണ്ടതാണ്. നമ്മുടെ സമൂഹത്തെ ആകെ ഭിന്നിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആശയം, ഒരു തെറ്റായ പ്രചാരണം അഴിച്ചുവിടുന്ന രീതിയിലാണ് ഈ സിനിമ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അതിൻ്റെ ഉള്ളടക്കം മുന്നോട്ട് പോയത്. ഒരു സമുദായത്തെ വല്ലാത്ത രീതിയിൽ വർഗീയമായി ചിത്രീകരിക്കുന്ന ഒരു സിനിമ മാത്രമല്ല, അന്ന് സഭയുടെ പല രൂപതകളും ഈ സിനിമ വേദപാഠം പറയുന്നത് പോലെ സ്കൂളുകളിൽ, പള്ളി സ്കൂളുകളിൽ പ്രദർശിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അന്നൊന്നും ഇദ്ദേഹത്തിന് ഇത് പറയാൻ തോന്നിയില്ലേ എന്നുള്ളതാണ് ഇതിലൊരു അത്ഭുതം. ഇവിടെ ഒരു പ്രശ്നമുള്ളത് അമൽ, ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് അതൊരു വേദോപദേശം ക്ലാസ് അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കലയ്ക്ക് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ എന്ന സംവാദം, എന്ന തർക്കം, ആ തർക്കത്തിന് കലയോളം തന്നെ പഴക്കമുണ്ട്. അവിടെ കലയ്ക്ക് വേണ്ടിയാണ് എന്ന വാദവും കല സമൂഹത്തിന് വേണ്ടിയാണ് എന്ന വാദവും ഒരുപോലെ ശക്തമാണ്. ഇപ്പോൾ ദൈവമുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ തർക്കം പോലെയാണ്. ഇത് എവിടെയും എത്തിച്ചേരുന്ന ഒന്നല്ല. പക്ഷേ തർക്കമില്ലാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് കല മാറുന്ന കാലത്തെ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. മാറുന്ന കാലത്തെ, അതാത് കാലത്തെ മറയില്ലാതെ കാണിക്കുന്നു കല എന്നുള്ളതാണ് തർക്കമില്ലാത്ത വസ്തുത. സിനിമയുടെ കാര്യത്തിലേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ ഇല്ലുമിനാട്ടിയാണല്ലോ പ്രശ്നം. പ്രേമലുവിനേക്കാളും മഞ്ഞുമ്മൽ ബോയ്സിനേക്കാളും അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ആവേശം എന്ന സിനിമയിൽ ആകെ അടിയും പിടിയും ആണ്. ഈ കുട്ടികളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ് എന്നാണ് ബിഷപ്പ്. അപ്പോൾ കുട്ടികൾ ആവേശത്തോടു കൂടി പറയുന്നുണ്ട് ആവേശം, പിന്നെ ഏതാണ് പ്രേമലു, പിന്നെ ഏതാണ് മഞ്ഞുമ്മൽ ബോയ്സ്. മഞ്ഞുമ്മൽ ബ്രദേഴ്സ് എന്നാണ് ബിഷപ്പ് തെറ്റി പറയുന്നത്. പിന്നെ ആ ബോയ്സ് എല്ലാവരും ബ്രദേഴ്സാണ്, അതുകൊണ്ടാണ് ഞാൻ ബ്രദേഴ്സ് എന്ന് പ്രയോഗിക്കുന്നത് എന്നും ബിഷപ്പ് തിരുത്തുന്നുണ്ട്. അപ്പോൾ ആവേശത്തെക്കുറിച്ച് പറയുന്നത് ആവേശത്തിലെ കുട്ടികൾ മുഴുവൻ ഫുൾ ടൈം അടിയാണ്, കുടിയാണ്. അപ്പോൾ അത്തരം സിനിമകളൊക്കെ വലിയ പ്രശ്നമാണ്. പ്രേമലുവിലും ഇതൊക്കെ തന്നെയാണ്. മഞ്ഞുമ്മൽ ബോയ്സിലാണെങ്കിൽ ഈ മഞ്ഞുമ്മൽ ബോയ്സ് വീട് വിട്ട് ഇറങ്ങിയ ആ നിമിഷം മുതൽ കുടിയാണ് എന്നാണ് ബിഷപ്പ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സിനിമയിൽ ഇല്ലുമിനാട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ഗംഭീര പാട്ടാണ്. ഞാനും പലതവണ ആ പാട്ട് കേട്ടു, ഞാൻ ഈ സിനിമ കാണുകയും ചെയ്തു. അപ്പോൾ അതിലെ ഞാൻ മറ്റൊരു ചർച്ചയിൽ, ലക്ഷ്മി പത്മയോടൊപ്പമുള്ള ഒരു ചർച്ചയിൽ ഈ പാട്ടിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഇതിലെ വരികൾ: പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ, തോക്കിൻ കാഞ്ചിവലി ശീലം പണ്ടേ മാറാത്ത വ്യാധി, നെഞ്ചിൽ കൂട്ടിവെച്ചൊരങ്കക്കലി തീരാത്ത വാശി, അണ്ണൻ മീശ വെച്ചൊരാട്ടപ്പുലി. അടുത്ത വരിയാണ് അതിനേക്കാൾ രസം: കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. അപ്പോൾ TP ശാസ്ത്രമംഗലൊക്കെ ഉണ്ടെങ്കിൽ തലക്കടിച്ചേനെ. അപ്പോൾ അത്രയും ഇതെന്തോന്ന് പാട്ട് എന്ന് ആരും കേട്ട് കഴിഞ്ഞാൽ ചോദിച്ചു പോകുന്ന വരികളാണ് വിനായക് ശശികുമാർ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പമാണ് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇല്ലുമിനാട്ടി തുടക്കത്തിലും വരുന്നത്. അപ്പോൾ പക്ഷേ ഈ കാലം ആവശ്യപ്പെടുന്ന ഒരു സിനിമ, ഈ കാലത്തെ മറയില്ലാതെ കാണിക്കുന്ന ഒരു സിനിമ, ആ സിനിമയിൽ എന്തായാലും കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ളൊരു പാട്ടിന് അവിടെ ഒരു പ്രസക്തിയില്ല. അവിടെ ഈ പാട്ട്, ഈ ഗാനം, ഈ ഗാനരംഗം അത് ആ സിനിമ ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഇല്ലുമിനാട്ടി എന്ന വാക്ക് അവിടെ പ്രയോഗിച്ചു എന്നതുകൊണ്ട് ആരെങ്കിലും ഇല്ലുമിനാട്ടി ഗ്രൂപ്പ് എന്താണ് എന്ന് തിരഞ്ഞു പോവുകയോ അതിലേക്ക് ആകൃഷ്ടരായി ആ ഗ്രൂപ്പിൽ അംഗങ്ങളാവുകയോ ചെയ്യും എന്നൊക്കെ ആശങ്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരെ ഉണ്ടാവുള്ളൂ. ഈ കാലം എന്താണോ, ഏത് കാലത്തിലാണോ നമ്മൾ നിൽക്കുന്നത്, ഏത് കാലത്തിലൂടെയാണോ നമ്മൾ സഞ്ചരിക്കുന്നത്, ആ കാലത്തെ ഈ സിനിമ കാണിക്കുന്നു എന്നുള്ളതാണ് ശരി. ഇനിയിപ്പോൾ ബിഷപ്പ് ജോസഫ് കരിയിൽ ആഗ്രഹിക്കുന്നത് പോലെ അടിയും പിടിയും ഒന്നുമില്ലാത്ത, ആരും മദ്യപിക്കാത്ത, അല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ സഭാതർക്കത്തിൻ്റെ പേരിൽ പോലും ആരും അടികൂടാത്ത, നന്മ മാത്രം പുലരുന്ന ഒരു സമൂഹം വരികയാണെങ്കിൽ, അങ്ങനെ ഒരു കാലം വരികയാണെങ്കിൽ മനോഹരമായ സിനിമകൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടിയും കുടിയും ഒന്നുമില്ലാത്ത സിനിമകൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തൽക്കാലം അതിനെ നിവൃത്തിയുള്ളൂ. നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട് കല സമൂഹത്തിന് നേരെ തിരിച്ചു കണ്ണാടിയാണെന്നൊക്കെ. അപ്പോൾ ആ സമൂഹത്തിൽ കാണുന്ന സിനിമയിൽ പ്രതിഫലിക്കുന്നതിൽ അത്ഭുതമില്ല എന്നുള്ളതാണ് സുബീഷ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ രസകരമായിട്ടുള്ള ഒരുപാട് വിമർശനങ്ങൾ ആവേശം സിനിമയ്ക്കെതിരെയുണ്ട്. അതിലൊന്ന് ഈ ഹിന്ദി വാദികൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിമർശനമാണ്. അതായത് ഈ സിനിമയിൽ ഒരു സംഘടന രംഗമുണ്ട്. ഫഹദ് ഫാസിലിന്റെ കൂടെ വരുന്ന ആളുകൾ കുറേ പേരെ ഇടിച്ചു നിരത്തിയതിനു ശേഷം അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ കുട്ടികളെ തൊട്ടാൽ ഇനി ഇതായിരിക്കും അനുഭവം എന്ന് 2 ഭാഷയിൽ പറയുന്നുണ്ട്. മലയാളത്തിലും പറഞ്ഞു, കന്നഡയിലും പറഞ്ഞു. ശേഷം അദ്ദേഹം ഹിന്ദിയിൽ പറയാൻ തുടങ്ങുമ്പോൾ ഹിന്ദിയിൽ പറയേണ്ട കാര്യമില്ല,
ഇപ്പൊ തന്നെ മനസ്സിലായി എന്ന് ഒപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രം പറയുന്നത്. അപ്പൊ ആ സംഭാഷണത്തെ എടുത്തിട്ട് മലയാളികൾ ഈ നിലയിലാണ് ഹിന്ദിയെ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മുടെ ദേശീയ ഭാഷയെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നവരാണ് എന്ന തരത്തിലൊക്കെ ചിത്രീകരിക്കുന്ന വലിയ എന്താ പറയുന്നത് ഒരു കഴമ്പുമില്ലാത്ത ആരോപണങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് നേരെ ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ ഈ ബിഷപ്പിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ കുറെ നാളുകളായിട്ട് ഇത്തരത്തിൽ പല തരത്തിൽ ക്രൈസ്തവ സഭകളിൽ നിന്ന് കലാ മേഖലയ്ക്കെതിരെ തുടരെ വിമർശനങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കാതൽ സിനിമ പുറത്തു വന്നു. കാതൽ സിനിമയുടെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. സ്വർഗാനുരാഗത്തെ പ്രമേയമാക്കിക്കൊണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. വലിയ പ്രേക്ഷക പ്രശംസ നേടിയ അല്ലെങ്കിൽ നിരൂപക പ്രശംസ നേടിയ ഒരു നല്ല ചലച്ചിത്രമാണ്. പക്ഷെ ആ ചലച്ചിത്രത്തെ സഭാ നേതൃത്വം കണ്ടത്, പ്രത്യേകിച്ച് KCBC രംഗത്ത് വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ഈ സിനിമ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ഒരുക്കിയത് ഈ ക്രിസ്ത്യൻ സമൂഹത്തെ അവഹേളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള തരത്തിലൊക്കെ ഒരു പ്രചാരണം അവിടെ നിന്നുണ്ടായി. അതിനു മുൻപ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ നമുക്ക് കുറെ നാൾ മുമ്പാണ് ഒരു സംവാദം സംഘടിപ്പിച്ചു. ആ സംവാദത്തിൽ പറയുന്നത് ചലച്ചിത്രങ്ങൾക്കിടുന്ന പേരുകളെല്ലാം ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അതായത് കുറെ സിനിമകൾ നമുക്കറിയാം, ഈശോ, ലൂസിഫർ, റോമൻസ്, വിശുദ്ധൻ, ആ സിനിമകളെല്ലാം ഇത്തരത്തിലൊരു മതത്തെ അവഹേളിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ്. പക്ഷെ അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇപ്പോൾ സഭാവിശ്വാസികളായിട്ടുള്ള ആളുകൾ പോലും ഇതൊക്കെ ഉൾക്കൊള്ളുമോ? തീർച്ചയായിട്ടും ഇതിപ്പോൾ എല്ലാ കാലത്തും കലയും സാഹിത്യവും സിനിമയും നേരിട്ടിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ സമീപകാലത്ത് എസ് ഹരീഷിൻ്റെ മീശ എന്ന നോവൽ പുറത്തിറങ്ങിയപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രശ്നം, അമലിന് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതാണ്, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. സിനിമ കണ്ടാൽ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുമോ അല്ലെങ്കിൽ അവർ നശിച്ചു പോകുമോ എന്നൊക്കെയുള്ള ആശങ്ക, ഇത് മുതലെടുത്തുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ, ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. മതത്തിലും ഉണ്ടായിട്ടുണ്ട്, മതത്തിന് പുറത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യം എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോൾ ഇത് ഒരുപാട് തെറ്റായ പ്രേരണകൾക്ക് കാരണമാകും. ഇപ്പോൾ സിനിമ കണ്ടാൽ സമൂഹം നശിക്കുമോ എന്നുള്ള ചോദ്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമ കണ്ടില്ലെങ്കിലും നശിക്കാൻ തീരുമാനിച്ച ഒരാൾ നശിക്കും. ഇപ്പോൾ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചുറപ്പിച്ച് നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ പിടിക്കപ്പെടാതിരിക്കണം. ആ ഘട്ടത്തിൽ അയാൾ ദൃശ്യം സിനിമ കാണുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മാർഗം സ്വീകരിച്ചേക്കാം. ഇനി അയാൾ ദൃശ്യം എന്ന സിനിമ കണ്ടില്ലെങ്കിലും അയാളുടെ ഉള്ളിൽ മറ്റേയാളെ കൊല്ലാനുള്ള ചിന്ത അപ്പോഴും ഉണർന്നിരിക്കും. അയാൾ ഉള്ളിൽ അപ്പോഴും കൊലപാതകിയായിരിക്കും. ദൃശ്യം എന്ന സിനിമ കണ്ടതുകൊണ്ട് മാത്രം അയാൾ കൊലപാതകിയാകുന്നില്ല. ഒരുപക്ഷെ താൻ നടത്താൻ പോകുന്ന കൊലപാതകത്തിൽ നിന്നും തന്നെ പ്രതിസ്ഥാനത്ത് താൻ വരാതിരിക്കാൻ ഉള്ള ഉപായം അല്ലെങ്കിൽ താൻ സേഫാവാനുള്ള ഉപായം ഒരുപക്ഷെ ആ സിനിമയിൽ നിന്നും അയാൾക്ക് കിട്ടിയിട്ടുണ്ടാകാം. പക്ഷേ അയാളുടെ ഉള്ളിൽ മറ്റവനെ കൊല്ലാനുള്ള അല്ലെങ്കിൽ മറ്റേ സ്ത്രീയെ കൊല്ലാനുള്ള ഒരു ചിന്ത, ആ ഒരു ആഗ്രഹം അയാളുടെ ഉള്ളിലുണ്ടായിരിക്കും. അയാൾ ഉള്ളിൽ കൊലപാതകിയായിരിക്കും. അയാൾ സിനിമ കണ്ടാലും കണ്ടില്ലെങ്കിലും അത് അവിടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്പർ 20 മദ്രാസ് മെയിലിൽ ലാലേട്ടൻ മദ്യപിച്ച് ട്രെയിനിൽ അല്ലേ പാട്ടൊക്കെ പാടി ആ ഒരു സീനുണ്ട്. ഇപ്പോൾ ജോണി വാക്കർ എന്ന സിനിമയിൽ മദ്യപിച്ച് മമ്മൂക്ക പാതിരാവിൽ ഡാൻസ് കളിക്കുന്ന സീനുണ്ട്. ജോണി വാക്കർ എന്ന പേര് തന്നെ മദ്യത്തിൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ മമ്മൂക്കയുടെ ആ ഡാൻസും കണ്ട് കേരളത്തിലെ യുവാക്കൾ മുഴുവൻ അല്ലെങ്കിൽ കേരളത്തിലെ ആണുങ്ങൾ മുഴുവൻ പാതിരാക്കി കള്ളും കുടിച്ച് തെരുവിലിറങ്ങി ഡാൻസ് ചെയ്തു? ഇല്ല. 6-ാം തമ്പുരാനിൽ റോഡരികിൽ വണ്ടി നിർത്തി റമ്മിൽ കോളയൊഴിച്ച് കഴിക്കുന്ന ലാലേട്ടനുണ്ട്. അതേപോലെ എല്ലാവരും ചെയ്തോ സിനിമ കണ്ടിട്ട്? ഇല്ല. അപ്പം നശിക്കാൻ തീരുമാനിച്ചവർ സിനിമ കണ്ടാലും കണ്ടില്ലെങ്കിലും നശിക്കും. മമ്മൂക്കയും ലാലേട്ടനും ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ കാലങ്ങളായിട്ട് അവരാലാണല്ലോ മലയാളി സമൂഹം കൂടുതലായി സ്വാധീനിക്കപ്പെടുന്നു എന്ന് പറയുന്നത്. അവർ കള്ളനായും പോലീസായും കള്ളുകുടിയനായും ആഭാസനായും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിൽ ആരാലാണ് നമ്മൾ വശംവദരാകേണ്ടത്, ആരാലാണ് നമ്മൾ സ്വാധീനിക്കപ്പെടേണ്ടത്, ആരാണ് കള്ളനാകേണ്ടത്, ആരാണ് പോലീസാകേണ്ടത് എന്നൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ തീരുമാനിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ കള്ളനാകാം, നമുക്ക് വേണമെങ്കിൽ പോലീസാകാം. അവരാടുന്നത് കഥാപാത്രങ്ങൾ മാത്രമാണ് എന്ന് ചിന്തിക്കാനുള്ളൊരു ബോധമാണ് ആത്യന്തികമായ ഒരു സമൂഹത്തിന് വേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. സുബിഷ, ഈ നിലയിൽ മതമൗലികവാദികളായിട്ടുള്ള ആളുകളായിക്കൊള്ളട്ടെ, പാരമ്പര്യവാദികളായിക്കൊള്ളട്ടെ, എല്ലാ കാലത്തും കലയെയും സാഹിത്യത്തെയും ഈ നിലയിൽ പിന്നോട്ടടിക്കുവാനുള്ള ഒരു സമീപനം പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പക്ഷേ ആ നിലയിൽ ഉണ്ടാകുന്ന വിമർശനങ്ങളെയും അല്ലെങ്കിൽ അനാവശ്യമായ വിവാദങ്ങളെയും ഒക്കെ മറികടക്കുവാനുള്ള ഒരു ശേഷി നമ്മുടെ പ്രേക്ഷക സമൂഹത്തിന്, വായനാ സമൂഹത്തിനുണ്ട് എന്ന് സുബീഷ് കരുതുന്നുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട് അമൽ. ഇപ്പം ഞാൻ ഈ ചർച്ച ഉപസംഹരിച്ചുകൊണ്ട് തന്നെ പറയാം, ഇതൊക്കെ എല്ലാ കാലത്തും കലയും സാഹിത്യവും
സാഹിത്യവും സിനിമയും നേരിട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, മതത്തിനും പുറത്തും മതത്തിനകത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു കമ്പാർട്ട്മെൻ്റാണ്. പക്ഷെ അതിനപ്പുറത്ത് കലയും സാഹിത്യവും സിനിമയും വായനയും ഒക്കെ വളർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും പുതിയ കാലത്ത് ആവേശം പോലുള്ള, പ്രേമലു പോലുള്ള, മഞ്ഞുമ്മൽ ബോയ്സ് പോലുള്ള സിനിമകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും പുതിയ കാലത്ത് നമുക്ക് സന്മനസ്സുള്ളവർക്ക് സമാധാനവും അല്ലെങ്കിൽ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും ഒന്നും പ്രതീക്ഷിക്കാനാകില്ല. കാലം മാറുന്നു, സമൂഹം മാറുന്നു, സിനിമ മാറുന്നു. ആ മാറുന്ന സിനിമയിൽ നിന്ന് നാം എന്ത് സ്വീകരിക്കണം എന്നുള്ളത് ഓരോ വ്യക്തിയും തീരുമാനിക്കേണ്ട വിഷയമാണ്. ICL Finco, the intelligent choice.